ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുകയാണ് ഞാൻ. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓരോന്ന് ചേർക്കുമ്പോൾ പറയാം കേട്ടോ. കുറച്ച് നെയ്യിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ തേങ്ങ ചിരവിയത്. നമ്മൾ ഇന്നുണ്ടാക്കുന്ന റെസിപ്പി പനീർ പെട്ടിയാണ് കേട്ടോ. പനീർ പെട്ടിക്കായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര 1/2 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. തേങ്ങയുടെയും പഞ്ചസാരയുടെയും കളറൊന്നും മാറി പോകണ്ട. ജസ്റ്റ് പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങുക. ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് പഞ്ചസാര തേങ്ങയിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏറ്റവും ഈസി സ്നാക്സിൽ ഒന്നാണ് കേട്ടോ ഇത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അധികം ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാഷ്യൂനട്ടും റൈസിൻസും ആഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ആദ്യം കാഷ്യൂനട്ടും റൈസിൻസും ആഡ് ചെയ്തിട്ട് നമുക്ക് തേങ്ങയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് മൈദപ്പൊടി, ഒരു പിഞ്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇത്രയും ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ദോശമാവിനേക്കാൾ കുറച്ചുകൂടെ അയഞ്ഞിരിക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ദോശ ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെയ്യോ ഓയിലോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് കനം കുറച്ച് പരത്തിയെടുക്കുക. ഒരുപാട് വലിയതായിട്ട് പരത്തണ്ട, ഒരു മീഡിയം വലിപ്പത്തിൽ പരത്തുക. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ദോശ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നമ്മുടെ പഞ്ചസാര മിക്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ നടുഭാഗത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഒരുപാട് വയ്ക്കണ്ട കേട്ടോ, ചെറിയൊരളവിൽ വയ്ക്കാൻ പാടുള്ളൂ. 4 സൈഡിൽ നിന്നും മടക്കിയെടുക്കുക. ഇത് ചൂടോടുകൂടി തന്നെ മടക്കുകയാണെങ്കിൽ നമുക്ക് മടക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു ബോക്സ് റെഡിയായി. ഇത് നമ്മൾ തിരിച്ചു വെച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ രീതിയിൽ വെച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്രസൻറ്റിങ് എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ബാക്കിയുള്ളത് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പെട്ടികളെല്ലാം റെഡിയായി. ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ. ഇനി നമുക്കിത് പനീർ പെട്ടിയാക്കാം. പനീർ പെട്ടിയാക്കാനായിട്ട് ഈ ഒരു നടുഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക. നമ്മുടെ ഫില്ലിംഗ് വെച്ചിരിക്കുന്ന ഭാഗത്താണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, ഇതൊരു 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ആ നടുഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. കഴിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പനീർ പെട്ടിയുടെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.